4Gയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ടെക്നോളജി വാർത്തകളിൽ നിന്ന് തന്നെ 4G തുടങ്ങുന്നു. കൊടുങ്കാറ്റ് പോലെയാണ് നോക്കിയയുടെ തിരിച്ചുവരവ് എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യം പുറത്തിറക്കിയ നോക്കിയ 6ന്റെ സ്റ്റോക്ക് 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ടാണ് വിറ്റഴിഞ്ഞത്. അതിനു പിന്നാലെ ബാഴ്സലോണയിൽ നടന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ റീലോഞ്ച് ചെയ്ത 3310 മോഡലിനും മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നും ഉണ്ടാകുന്നത്. ആദ്യം ചൈനയിലാണ് നോക്കിയ 6 ലോഞ്ച് ചെയ്തത്. ആദ്യ സ്റ്റോക്ക് തന്നെ ഓൺലൈനിൽ നിമിഷങ്ങൾ കൊണ്ട് വിറ്റഴിഞ്ഞു. തുടർന്ന് വന്ന സ്റ്റോക്കുകളും 1 മിനിറ്റിൽ താഴെ സമയത്തിലാണ് വിറ്റഴിഞ്ഞത്. ഇത്തവണത്തെ മൊബൈൽ വേൾഡ് കോൺഗ്രസിന് ഇത്രയധികം മാധ്യമ ശ്രദ്ധ കിട്ടാനുള്ള കാരണവും നോക്കിയ ആയിരുന്നു. കമ്പനിയുടെ ഐക്കോണിക് മോഡലായ 3310യുടെ റീലോഞ്ച് ആയിരുന്നു അത്. രണ്ടായിരത്തിൽ ലോഞ്ച് ചെയ്ത ശേഷം 12 കോടി യൂണിറ്റുകളാണ് ഈ മോഡലിൻ്റെതായി വിറ്റഴിഞ്ഞത്. €49 എന്ന വിലയ്ക്കാണ് പുതിയ 3310 എത്തുന്നത്. ബ്രിട്ടനിൽ ഉൾപ്പെടെ ഫോണിന് കിട്ടുന്ന അന്വേഷണങ്ങളും പ്രീ ബുക്കിംഗും മുൻപൊരിക്കലും ഉണ്ടാകാത്ത തരത്തിലാണെന്ന് റീറ്റെയിലർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. നോക്കിയ 3310 റീലോഞ്ച് ചെയ്തതിൽ മാതൃകമ്പനിയായ HMD ഗ്ലോബലിന് ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല എന്ന് വ്യക്തം. "3310യുടെ ലോഞ്ചിന് ശേഷം നോക്കിയ ബ്രാൻഡിനെ കുറിച്ചുള്ള ഇന്റർനെറ്റ് സെർച്ച് 800 മടങ്ങാണ് വർദ്ധിച്ചത്. എന്നാൽ അമേരിക്കയും കാനഡയും പോലുള്ള രാജ്യങ്ങൾ 2.5G നെറ്റ്വർക്ക് ബാൻഡുകൾ സ്വിച്ച് ഓഫ് ചെയ്തത് ഈ രാജ്യങ്ങളിൽ 3310യുടെ വിൽപ്പനയെ ബാധിച്ചേക്കും. കാരണം 2.5Gയിലാണ് 3310 പ്രവർത്തിക്കുന്നത്. നോക്കിയ 6, നോക്കിയ 3, നോക്കിയ 5 തുടങ്ങിയ മോഡലുകൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ആദ്യമെത്തുന്ന നോക്കിയ ഫോൺ 3310 ആയിരിക്കുമെന്നാണ് HMD ഗ്ലോബൽ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും 3310യുടെ കീ സ്പെസിഫിക്കേഷനുകൾ ഒരിക്കൽ കൂടി: ഡിസ്പ്ലേ 2.4 ഇഞ്ച്, ക്യാമറ 2 മെഗാപിക്സൽ, മുൻ ക്യാമറ ഇല്ല, റെസൊല്യൂഷൻ 240x320, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സീരീസ് 30, സ്റ്റോറേജ് 16 MB, ബാറ്ററി 1200 mAh. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല, ബ്ലാക്ക്ബെറിക്ക് വേണ്ടി പോലും. അല്ലെങ്കിൽ 1 ദശാബ്ദം മുമ്പ് വരെ വിപണിയിൽ രാജാവായിരുന്ന ബ്ലാക്ക്ബെറിയുടെ വിപണി വിഹിതം ഇന്നത്തെ 0% ആകുമായിരുന്നില്ല. 2007 സ്മാർട്ട് ഫോൺ നിർവചനങ്ങളെ മാറ്റിമറിച്ച ഐഫോണിൻ്റെ വരവാണ് മറ്റു പല വമ്പന്മാരുടെയും കാര്യത്തിലെന്ന പോലെ ബ്ലാക്ക്ബെറിയുടെയും അധോഗതിയുടെ തുടക്കം കുറിച്ചത്. മാറുന്ന കാലത്തെ തിരിച്ചറിയാതെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ബ്ലാക്ക്ബെറിയെ ഉപഭോക്താക്കൾ കൈവിട്ടു. ഇതോടെ മറ്റു കമ്പനികൾക്ക് ലൈസൻസ് കൈമാറി ബ്ലാക്ക്ബെറി മൊബൈൽ ഫോൺ ബിസിനസ് അവസാനിപ്പിച്ചു. അതായത് ഇപ്പോഴും ബ്ലാക്ക്ബെറി ഫോണുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും നിർമ്മാതാക്കൾ പഴയ മാതൃകമ്പനിയല്ല എന്ന് ചുരുക്കം. ചൈനീസ് കമ്പനിയായ TCLനാണ് ലോകത്ത് മിക്ക ഭാഗങ്ങളിലും ബ്ലാക്ക്ബെറി എന്ന പേരിൽ മൊബൈൽ ഫോൺ പുറത്തിറക്കാനുള്ള അവകാശമുള്ളത്. എന്നാൽ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങളിൽ ഇതല്ല സ്ഥിതി. ഇന്ത്യയിൽ ഓപ്റ്റിമസ് ഇൻഫ്രാകോം എന്ന കമ്പനിക്കാണ് ബ്ലാക്ക്ബെറി ഫോണുകൾ നിർമ്മിക്കാനുള്ള അവകാശം. ഏതായാലും പഴയ പ്രതാപത്തിൻ്റെ 7 അയലത്തെങ്കിലും ബ്ലാക്ക്ബെറി തിരിച്ചെത്തുമെന്ന് ഏറ്റവും കടുത്ത ബ്ലാക്ക്ബെറി ആരാധകൻ പോലും കരുതുന്നുണ്ടാകില്ല. ഇനി ഇത്തവണ മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ബ്ലാക്ക്ബെറി ഉണ്ടാക്കിയ ചലനങ്ങൾ നോക്കാം. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ TCLന്റെ ആദ്യ ബ്ലാക്ക്ബെറി ലൈസൻസ് ഫോണായ Key1 മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ഫോൺ പുറത്തിറക്കാനുള്ള ലൈസൻസിംഗ് കരാർ ബ്ലാക്ക്ബെറിയും TCLും ഒപ്പുവെക്കുന്നത്. ബ്ലാക്ക്ബെറിയുടെ മുഖമുദ്രയായ ഫിസിക്കൽ കീബോർഡ് ഉൾപ്പെടുത്തി തന്നെയാണ് Key1 എത്തുന്നത്. ഒപ്പം ടച്ച് ഡിസ്പ്ലേയുമുണ്ട്.
ഫ്ളാഗ്ഷിപ്പ് മോഡലുകൾ വിപണി കീഴടക്കാനെത്തുന്ന ഏപ്രിൽ മാസത്തിൽ തന്നെയാകും Q1 വിപണിയിൽ അവതരിക്കുക. സാംസങ്, LG, സോണി, HTC തുടങ്ങിയ വമ്പന്മാരുടെ മോഡലുകൾക്കൊപ്പം ബ്ലാക്ക്ബെറി Q1 മത്സരിക്കും. രാജ്യങ്ങളിൽ ഫോണുകൾ വിറ്റഴിക്കുന്ന കമ്പനിയാണ് TCL. എന്നാൽ എവിടെയാകും Q1 ആദ്യം വിൽപ്പനയ്ക്ക് എത്തിക്കുക എന്നതിൽ കമ്പനി സ്ഥിരീകരണമൊന്നും തരുന്നില്ല. അൽറ്റൽ ഹാൻഡ്സെറ്റുകളുടെ നിർമ്മാതാക്കൾ എന്ന നിലയിലാണ് TCL നേരത്തെ പ്രസിദ്ധി നേടിയിരുന്നത്. മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 7ാമത്തെ കമ്പനി. നേരത്തെ ബ്ലാക്ക്ബെറിക്ക് വേണ്ടി കരാർ നിർമ്മാതാക്കളായി പ്രവർത്തിക്കുകയായിരുന്നു TCL. ഇപ്പോൾ ലൈസൻസ്ഡ് നിർമ്മാണം തുടങ്ങിയതോടെ വിറ്റഴിക്കുന്ന ഓരോ ഫോണിനും TCL ബ്ലാക്ക്ബെറിക്ക് വിഹിതം നൽകേണ്ടി വരും. ഇനി ഫോണിന്റെ ഫീച്ചേഴ്സിലേക്ക് വരാം. ആൻഡ്രോയിഡ് 7.1 ഫോൺ എത്തുന്നത്. BBM സെക്യൂർ മെസ്സേജിംഗ് സിസ്റ്റം ഈ ഫോണിലുമുണ്ട്. 4.5 ഇഞ്ചാണ് സ്ക്രീൻ സൈസ്. പ്രധാന ക്യാമറയുടെ റെസൊല്യൂഷൻ 12 മെഗാപിക്സലാണ്. മുൻ ക്യാമറയാകട്ടെ 8 മെഗാപിക്സലിൻ്റേതും. കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യമായ ചൈനീസ് കമ്പനിയാണ് ഓപ്പോ. വ്യാപകമായ റീറ്റെയിൽ സർവീസ് ശൃംഖലകളുടെ പിന്തുണയോടെയാണ് ഓപ്പോ ഇന്ത്യയിൽ വിപണി പിടിച്ചത്. ഓപ്പോ F3, F3+ എന്നിങ്ങനെ 2 സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ് കമ്പനി. മാർച്ച് 23 സംഘടിപ്പിക്കുന്ന ലോഞ്ച് ഇവന്റിലേക്കുള്ള ക്ഷണക്കത്തുകൾ ഓപ്പോ മാധ്യമങ്ങൾക്ക് അയച്ചു കഴിഞ്ഞു. എന്നാൽ ഇതുവരെ ഏത് ഡിവൈസുകളാകും ആ ദിവസം അവതരിപ്പിക്കുക എന്നതിൽ ഓപ്പോ വാ തുറന്നിട്ടില്ല. എങ്കിലും F3ക്കും F3+നും തന്നെയാണ് സാധ്യത എന്നാണ് അനുമാനം. മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങളിലും ഇതേ മോഡലുകൾ ലോഞ്ച് ചെയ്യാൻ ഓപ്പോ ഒരുങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലാണിത്. 5.5 ഇഞ്ചിന്റെ HD സൂപ്പർ അമോ LED ഡിസ്പ്ലേയാണ് ഓപ്പോ F3യുടേത്. 4GB റാം, 32GB ഇന്റർണൽ സ്റ്റോറേജ്. F3+ൽ 64GB ഇന്റർണൽ സ്റ്റോറേജ്. 256GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം. ആൻഡ്രോയിഡ് നൗഗട്ട് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പോയുടെ സ്വന്തം യൂസർ ഇന്റർഫേസായ ColorOS 3.0 2 മോഡലുകളുമുണ്ട്. ഓപ്പോ F3+ന് കൂടുതൽ വലിയ സ്ക്രീനാണുള്ളത്. 6 ഇഞ്ചാണ് സ്ക്രീൻ സൈസ്. ഫുൾ HD ഡിസ്പ്ലേ എത്തുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനിലാണ്. ഒക്ടാകോർ പ്രോസസ്സറാണ് ഫോണിനുള്ളത്. ക്യാമറ വിഭാഗത്തിലാണ് ഓപ്പോ F3+ വിശ്വരൂപം കാണിക്കുന്നത്. 2 ക്യാമറകൾ അടങ്ങിയ സംവിധാനമാണ് മുൻഭാഗത്ത്. 16ഉം 8ഉം മെഗാപിക്സൽ റെസൊല്യൂഷനുള്ള 2 ക്യാമറകൾ. പുറകുവശത്ത് 16 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും. 4000 mAhൻ്റേതാണ് ബാറ്ററി. എന്നാൽ ഫോണുകളുടെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊന്നും കമ്പനി ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളിലൊക്കെ അവസാന നിമിഷം മാറ്റം വന്നേക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നത് ഓർക്കുക.